ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ വീണ്ടും കല്യാണിയുടെ അരികിലേക്ക് കല്യാണിയെ കാണണമെന്ന ആവശ്യവുമായിട്ട് എത്തുകയാണ്. അപ്പൊ സെക്യൂരിറ്റി വിടുന്നില്ല അകത്തേക്ക്. സെക്യൂരിറ്റി തടഞ്ഞു നിർത്തുകയാണ്. എന്നെ തടഞ്ഞു നിർത്തിയാൽ കല്യാണി മോള് പുറത്തേക്ക് വരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തു നിൽക്കും, എന്നിട്ട് ഞാൻ മോളെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും സെക്യൂരിറ്റി ചെയ്യുന്ന വിവരങ്ങൾ കല്യാണിയോട് പറയുന്നുണ്ട്. മേഡത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്നാണ് ആദ്യം പറയുന്നത്. അത് കേൾക്കുന്ന കല്യാണി ചോദിക്കണേ, എൻ്റെ അച്ഛനോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് സോറി മേഡം, വിക്രത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തിനാ അയാൾ ഇങ്ങോട്ട് വരുന്നേ? അപ്പൊ അയാളൊന്നും എനിക്ക് കാണണ്ടായെന്ന് കല്യാണി തർപ്പിച്ച് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അയാളെ ഇങ്ങോട്ട് കടത്തിവിടെ എന്താ വന്നിരിക്കുന്നത്, എന്താണ് അയാളുടെ ആവശ്യം എന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ പ്രകാശന് ദേഹം മുഴുവനും പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് കടത്തിവിടുന്നത്. പ്രകാശന്റെ വടി പോലും അവിടെ വാങ്ങി വെക്കുകയാണ്. ഇതുകൊണ്ട് ചിലപ്പോൾ നീ ഈ മേഡത്തിന്റെ തലയ്ക്കടിക്കും, നീ അങ്ങനത്തെ ഒരു ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കല്യാണി ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്, അയാളുടെ ഇപ്പൊ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല, അപ്പൊ അയാള് അതുകൊണ്ട് നമ്മളുടെ അരികിൽ എന്തിനേലും വേണ്ടി വന്നതാവും, പൈസയ്ക്ക് മരുന്നൊക്കെ മേടിക്കാൻ എന്തിനേലൊക്കെ വന്നതാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പ്രകാശം വന്നിട്ട് കല്യാണിയെ കാണണമെന്ന് ആവശ്യപ്പെടും. കല്യാണി അവിടെ നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ ഞാൻ മോളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മോളൊന്ന് കാണാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പൈസയ്ക്ക് വല്ല പറയും, എനിക്ക് പൈസ ഒന്നും വേണ്ട മോളെ, എനിക്ക് അത്യാവശ്യം തെണ്ടി കിട്ടുന്നുണ്ട് പൈസ, പിന്നെ ഭക്ഷണമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്, മരുന്നൊന്നും ഞാൻ കഴിക്കാറില്ല, പിന്നെ ബാലൻസ് വരുന്ന പൈസയൊക്കെ ഞാൻ അമ്പലത്തിലാണ് ഇടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോളെ എനിക്കൊന്ന് കാണണം, അതുകൊണ്ട് വന്നതാണ് മോളെ, എനിക്കൊരു അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ പെൺമക്കളും അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് എനിക്ക് ഒന്നിച്ചൊരു ദിവസം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്നും എനിക്കൊന്ന് സാധിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് കല്യാണി ദേഷ്യത്തോടു കൂടി പ്രകാശനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് എന്തിനാ എല്ലാവർക്കും കൂടി ഒന്നിച്ച് എന്തെങ്കിലും വിഷം ചേർത്ത് തരാനാണോ, അതുകൊണ്ട് ഒന്നിച്ച് അവസാനിപ്പിക്കാനാണോ നിങ്ങളെ ആ ഒരു ഉദ്ദേശം? നിങ്ങളെ എനിക്ക് നല്ല രീതിയിൽ അറിയാം, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ അടവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ ആട്ടിപ്പായിക്കുകയാണ് കല്യാണി ചെയ്യുന്നത്. എന്തായാലും പ്രകാശൻ വീണ്ടും കണ്ണീരോട് കൂടി അവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ പ്രകാശന്റെ ഓരോ പ്രവൃത്തിയും കല്യാണി നിരീക്ഷിക്കുന്നുണ്ട്. ഇയാൾ ഈ പറയുന്നതിലും ചെയ്യുന്നതിലും എന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ തന്നെയും തൻ്റെ കുടുംബത്തിനെയും അപകടപ്പെടുത്താൻ വേണ്ടിയാണോ ഇയാൾ ഈ ഒരു നാടകം കളിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പുറകെയായിട്ട് അയാളുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ട് കല്യാണി ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. എന്തായാലും പ്രകാശ് അങ്ങനെ ഒരു മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. വിക്രത്തിനെ വെറുത്ത് കല്യാണിയെ സംരക്ഷിക്കാൻ വേണ്ടി, കല്യാണിയെ സ്നേഹിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പുതിയൊരു അച്ഛനായി തന്നെയാണ് അയാളിപ്പോ പുറത്ത് വന്നിട്ടുള്ളത്. തന്നെയല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിക്രത്തിനെ അപകടപ്പെടുത്തും. കല്യാണിക്ക് വേണ്ടി വിക്രത്തിനെ ഒരുപാട് ദ്രോഹിക്കുകയും അവനെ വീണ്ടും അതേ ജയിലിലേക്ക് തന്നെ പറഞ്ഞെടുക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് നമ്മുടെ പ്രകാശം തന്നെയായിരിക്കും. അതൊക്കെ കാണുമ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്